തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കേരള രാഷ്ട്രീയം പുതിയ ചരിത്രം രചിച്ചിരിക്കുകയാണ്. ഭരണപക്ഷമായും പ്രതിപക്ഷമായും ഐക്യ കേരളത്തിന്റെ 7 പതിറ്റാണ്ടുകളിൽ ഏറെക്കാലത്തെ രാഷ്ട്രീയമടക്കി CPM-ന്റെയും കോൺഗ്രസിന്റെയും ഇടതുവലത് മുന്നണി സംവിധാനത്തെ വെല്ലുവിളിച്ചാണ് BJP-യും NDA-യും താമരക്കാലം സൃഷ്ടിച്ചത്. ഗ്രാമപഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും CPM-ന്റെയും കോൺഗ്രസിന്റെയും രാഷ്ട്രീയത്തെ മറികടന്നാണ് കാവിയുടെ രാഷ്ട്രീയം വിജയകൊടി നാട്ടിയത്. തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടിയേറ്റ CPM-ഉം അപ്രതീക്ഷിത വിജയം നേടിയ കോൺഗ്രസും BJP-യുടെയും NDA-യുടെയും മുന്നേറ്റത്തിൽ ഒരേപോലെ അമ്പരന്നുപോയി. മാറാത്തത് ഇനി മാറും എന്ന മുദ്രാവാക്യവുമായി തെരഞ്ഞെടുപ്പിനെ സമീപിച്ച BJP-ക്കും പാർട്ടി നേതൃത്വം നൽകുന്ന മുന്നണിക്കും അർഹമായ അംഗീകാരമാണ് ജനങ്ങൾ നൽകിയിരിക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ 50 സീറ്റുകളിൽ വിജയം നേടി NDA മുന്നണി അധികാരം പിടിച്ചിരിക്കുന്നത് കാവ്യ രാഷ്ട്രീയത്തിന്റെ സൗന്ദര്യ തിളക്കമാണ്. സംസ്ഥാന തലസ്ഥാനത്ത് ഭരണസിരാ കേന്ദ്രത്തിൽ BJP നേടിയ വിജയം ശ്രദ്ധേയമാണ്. അനന്തപുരിയെ BJP താമരക്കുമ്പിളിൽ ആക്കിയിരിക്കുന്നു എന്നും പറയാം. തിരുവനന്തപുരം കോർപ്പറേഷനിൽ അധികാരത്തിൽ ഏറുന്ന BJP സൽഭരണം എന്താണെന്നും വികസനം എന്താണെന്നും തെളിയിക്കുമെന്നും വികസന വിരുദ്ധമായ രാഷ്ട്രീയം ഇനി ഒരിക്കലും തിരിച്ചു വരാൻ ജനങ്ങൾ അനുവദിക്കില്ല എന്നും പറയപ്പെടുന്നുണ്ട്. പാലക്കാട് നഗരസഭയിൽ ഭരണം നിലനിർത്തിയ BJP NDA ചരിത്രത്തിൽ ആദ്യമായി തൃപ്പൂണിത്തറ നഗരസഭയിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി അധികാരത്തിൽ എത്തുകയാണ്. മറ്റ് നഗരസഭകളിലും ഈ സഖ്യം നിർണായക വിജയം നേടിയിട്ടുണ്ട്. കൊല്ലം, കൊച്ചി, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ കോർപ്പറേഷനുകളിലും BJP NDA വൻ കുതിപ്പാണ് നടത്തിയിരിക്കുന്നത്. മുനിസിപ്പാലിറ്റികളിലും കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ഉജ്ജ്വല വിജയമാണ് BJP കൈവരിച്ചിട്ടുള്ളത്. 26 ഗ്രാമപഞ്ചായത്തുകളിൽ അധികാരം പിടിച്ച BJP പല പഞ്ചായത്തുകളിലും മുഖ്യ പ്രതിപക്ഷമായി മാറിയിരിക്കുന്നു. നിരവധി പഞ്ചായത്തുകളിൽ ആര് ഭരിക്കണം എന്ന തീരുമാനിക്കാൻ കഴിയുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ NDA. ഏറെക്കാലം നിലനിന്ന ചെങ്കോട്ട തകർത്ത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ അധികാരം പിടിച്ച BJP-യെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രശംസിച്ചിരുന്നു. നന്ദി തിരുവനന്തപുരം എന്ന് പ്രതികരിച്ച പ്രധാനമന്ത്രി തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP NDA സഖ്യത്തിന് ലഭിച്ച ഭൂരിപക്ഷം കേരള രാഷ്ട്രീയത്തിലെ ഒരു നിർണായക നിമിഷമാണെന്നും സംസ്ഥാനത്തിന്റെ വികസന അഭിലാഷങ്ങൾ നിറവേറ്റാൻ BJP-ക്ക് മാത്രമേ കഴിയൂ എന്നും ജനങ്ങൾക്ക് ഉറപ്പുണ്ടെന്നും അഭിപ്രായപ്പെട്ടു.